ഇട റോഡുകളിലൂടെ ചെറിയ ബസ്സുകൾ ഓടുന്നത് ജനങ്ങൾക്ക് സൗകര്യപ്രദമായിരിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ.ബി. ഗണേഷ് കുമാറുമായി ചർച്ച നടത്തി. അതിനെ തുടർന്ന് നിലവിലുള്ള കൌൺസിലർമാരോട് നേരത്തെയൊക്കെ ഈ ബസ് ഓടിക്കൊണ്ടിരുന്ന റൂട്ടുകളിൽ, അതായത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇട റോഡുകളിലേക്ക് ബസ് ആവശ്യമുണ്ട് എന്ന് ഉള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. കൌൺസിലർമാർ തന്ന റിപ്പോർട്ട് അനുസരിച്ച് 29 സ്ഥലങ്ങളിലാണ് ആദ്യഘട്ടം ഇടറോഡുകളിൽ ചെറിയ ബസിന്റെ ആവശ്യമുള്ളതായി കണ്ടത്. അത് KSRTC മുമ്പാകെ സമർപ്പിക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടിയന്തരമായി 23 റൂട്ടുകളിൽ ബസ് അടുത്ത ദിവസങ്ങളിൽ മുതൽ ഓടിത്തുടങ്ങും. അപ്പോൾ അതിനുള്ള ധാരണയായിട്ടുണ്ട്. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചർച്ചയിലാണ് അതിന്റെ അവസാനഘട്ട രൂപമായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച രാവിലെ 7:30 മണിക്ക് കൊടുങ്ങാനൂർ വാർഡിൽ കുലശേഖരത്ത് നിന്ന് എന്റെ സർവീസ് ആരംഭിക്കും. അപ്പോൾ കുലശേഖരം, കൊടുങ്ങാനൂർ, തിട്ടമംഗലം, കുണ്ടവൻകടവ്, കുരുവിക്കാട് ഇതുവഴിയുള്ള ബസ്സായിരിക്കും. ശനിയാഴ്ച രാവിലെ 7:30 ആരംഭിക്കും. 9:30 അതേ സ്ഥലത്ത് ഇതേ റൂട്ടിൽ ബസ്സുണ്ട്. വൈകുന്നേരം 5 മണിക്ക് കിഴക്കേക്കോട്ടയിൽ നിന്നും തിരിച്ച് ബസ് വരും. ഇതുപോലെ തന്നെ മറ്റ് 22 വാർഡുകളിൽ കൂടി ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സർവീസ് ശനിയാഴ്ച മുതൽ ആരംഭിക്കും. അതിനെ തുടർന്ന് കൂടുതൽ ആവശ്യങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ നിന്നും KSRTC വീണ്ടും പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൌൺസിലർമാർ തന്ന റൂട്ടുകൾ ചിലത് ഫീസിബിൾ അല്ല. അവിടേക്ക് ബസ് അയച്ചു കഴിഞ്ഞാൽ അതിൽ യാത്രക്കാർ അത്തരത്തിലുണ്ടാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതൊന്നുകൂടി പുനഃക്രമീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ആവശ്യം ഗതാഗത വകുപ്പിന് മുൻപാകെ വച്ചത് നടന്ന ചർച്ചകളിലൂടെ ആ പ്രശ്നം പരിഹരിക്കുകയാണ്. ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അത് മാധ്യമപ്രവർത്തകർ പലപ്പോഴും കഴിഞ്ഞ ഒരു മാസമായി നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു അടുത്ത ഘട്ടം എന്താണെന്ന്. അടുത്ത ഘട്ടം ഇതാണ്, പ്രശ്നം പരിഹരിച്ചു, ബസ് ഓടി തുടങ്ങും. കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ്. അവിടെ നിന്ന് ആണ് ഇപ്പോൾ എല്ലാ ബസ്സുകൾ ഏറെക്കുറെ എല്ലാം അന്നൊക്കെ തന്നെ സർവീസ് ആരംഭിക്കും. ഇന്ന് നാളെയുമായിട്ട് നടക്കുന്ന ചർച്ചയിൽ ഇതിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ATOയുമായിട്ട് സംസാരിച്ചപ്പോഴേക്കും അതിന്റെ സമയമൊക്കെ ഫിക്സ് ചെയ്തു. ഇന്ന് നാളെ നടക്കുന്ന ചർച്ചകൾ മറ്റുള്ള കൌൺസിൽ, ഇപ്പോൾ മേയറുടെ വാർഡായതുകൊണ്ട് ഞാൻ ചർച്ചയിൽ പങ്കെടുത്ത ആളായതുകൊണ്ട് അപ്പം തന്നെ സമയം തീരുമാനിക്കാൻ പറ്റി. മറ്റെല്ലാ കൌൺസിലർമാരോട് ഇന്ന് നാളെയായിട്ട് ചർച്ച നടത്തി മിക്കവാറും ശനിയാഴ്ച ഞായറാഴ്ച മുതൽ എല്ലാ ബസ്സും ഓടി തുടങ്ങും. KSRTC തയ്യാറാണ്, അവരെല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഇതിൽ ഏറെക്കുറെ എല്ലാ സർവീസും നേരത്തെ ഉണ്ടായിരുന്ന സർവീസുകൾ ഇടയ്ക്ക് നിന്നുപോയതാണ്. എന്നാൽ ചില സർവീസുകൾ പുതിയതായിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിലീസ് ആവശ്യമാണെങ്കിൽ തരാം, ഏതൊക്കെ റൂട്ടാണ് എന്നൊക്കെ തരാം. ചിലത് കൌൺസിലർമാർ ആവശ്യപ്പെട്ടത് അത്രയ്ക്കോളം ഫീസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ ചർച്ച ചെയ്തിട്ട് പുനഃക്രമീകരിക്കും. അത് ഇതിൽ വരുന്നുണ്ട്. ഇതെല്ലാം കൌൺസിലർമാരുടെ നിർദ്ദേശം ആവശ്യപ്രകാരമാണ്. എന്തേ മുൻപുണ്ടായിരുന്നതിൽ നിന്നുപോയത് പുനരാരംഭിക്കുന്ന ഉൾപ്പെടെയുണ്ട്. പുതിയ സർവീസും ഉണ്ട്, രണ്ടുമുണ്ട്. കൊടുത്തതിൽ സാധ്യമാകുന്നതൊക്കെ തന്നെ ഗതാഗത വകുപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. ഏതാണ് അത് മനസ്സിലായില്ല, ചോദ്യം മനസ്സിലായില്ല. അല്ല, ഞാനത് പറഞ്ഞത് ആകെ വാങ്ങിയ ബസ്സുകളുടെ എണ്ണമാണല്ലോ പറഞ്ഞത്. അതിപ്പോഴും ഓടുന്നുണ്ട്. അതിന്റെ ഇപ്പം ഏതെങ്കിലും വാഹനങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ KSRTC എന്റെ കണക്കറിയാവുള്ളൂ. വാങ്ങിയതിന്റെ കണക്കാണ് ഞങ്ങൾ ഇവിടുത്തെ എഗ്രിമെന്റിൽ, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പോഴും ഓടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലല്ല, അതിൽ നിന്നാണ് 23 റൂട്ടുകൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത്. ആ 115 ബസ്സുകളിൽ നിന്നാണ് 23 ബസ്സുകൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട ചില റൂട്ടുകളിൽ ഇലക്ട്രിക് ബസ്സല്ല ഡീസൽ ബസ്സാണ് അനുയോജ്യമെന്ന് KSRTC കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള 1-2 റൂട്ടുകൾ അത്തരത്തിലുള്ള ബസ്സാണ് അയക്കുന്നത്. ഇലക്ട്രിക് ബസ്സാണ്. അതിൽ 2 സ്ഥലത്ത് കുറച്ച് കയറ്റം കൂടുതലായതുകൊണ്ട് ഡീസൽ ബസ്സാണ് സൗകര്യം KSRTC കണ്ടത്. അവരാണല്ലോ എക്സ്പെർട്ട്. സ്വാഭാവികമായിട്ട്. എനിവേ 23 റൂട്ടുകൾ ശനിയാഴ്ച മുതൽ ആരംഭിക്കും.
അല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടതിൽ ഈ ബസ് എത്രയും പെട്ടെന്ന് റോഡിലിറക്കി ജനങ്ങൾക്ക് പരമാവധി ഗുണപ്പെടുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നടത്തിയ ചർച്ച. അത് തൃപ്തികരമായ രീതിയിലാണ് ചർച്ച അവസാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച മുതൽ റൂട്ട് ആരംഭിക്കുന്നത്. KSRTC ഒരു പഠനം നടത്തിയിട്ടുണ്ടാവുമല്ലോ, അവരൊരു പഠനം നടത്തിയിട്ടായിരിക്കുമല്ലോ. ഇപ്പൊ ചില റൂട്ടുകളിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഒരു പക്ഷേ ആൾക്കാർ കുറച്ച് 1-2 ആഴ്ച ഓടുമ്പോഴായിരിക്കും കിട്ടുക. അതിനെക്കുറിച്ച് KSRTC